അടിപൊളി ചക്ക കൊണ്ട് എന്താണ് അതിന്റെ പേര്? ചക്കപ്പത്തിന്റെ ഒരു വീഡിയോ കേട്ടോ. എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അടിപൊളി ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു പണി ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ചക്കയും പിന്നെ എന്താ ശർക്കര, ശർക്കരയും ചക്കയും കൂടെ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് അടിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ പരിപാടിയാണ്. മോളിത് അവിടെ ഭയങ്കര ഇളക്കലാ. ഞാൻ ഉണ്ടാക്കുന്നതിന്റെ ഫുള്ള് വീഡിയോ ഇപ്പോൾ വരും കേട്ടോ. ചക്കപ്പത്തിന്റെ പരിപാടികൾ എന്താ പറയാ, മിക്സിയിലൊക്കെ അടിക്കുക, നല്ല ഇതായി കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്താവുന്നൊന്നും അറിയില്ല മക്കളെ. പണി എന്താവുന്ന അറിയില്ല. പണി പാടുവോ ഇല്ലയൊന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് ആ വേണ്ടിട്ട് ഞാൻ കുക്കറിലാണ് വിസിലടുപ്പിച്ച് ശർക്കര ചിരകിട്ടിട്ടേ, എന്നാ പെട്ടെന്ന് ആവുമല്ലോ. അല്ലാതെ അങ്ങനെ കുറേ നേരം നിൽക്കണ്ടേ. ഒറ്റയടിക്ക് പരിപാടി ഒറ്റ കറക്കാണ്ട് മിക്സിയിലാണ് കറക്കിയാൽ സംഭവം നോക്കാം. നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം. ഏകദേശം പരിപാടികളൊക്കെ സംഭവം അടിപൊളിട്ടോ. നല്ല ചക്കപ്പായസം പോലൊക്കെ ഉണ്ട് സാധനം. എന്ത് പൊടിയായിട്ടേ? ഞാൻ പത്തിരിപ്പൊടി വാങ്ങി പൊടിയാട്ടോ ഞങ്ങള്. പത്തിരിപ്പൊടി രസം ഉണ്ടാകുക. മറ്റേ തരി കയറില്ല പുട്ടുപൊടിയൊക്കെ ആണെങ്കിൽ. എനിക്കറിയില്ല. ഉണ്ടാക്കി വരുമ്പോ നോക്ക്, ഇളക്കി നോക്കിട്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം. ലൂസായി നിൽക്കുന്ന സാധനമാണ് ഒരു തവണ വേണം. കുറച്ചുകൂടെ പൊടിയിട്ട് ഇത് നല്ല ലൂസാവാൻ പാടില്ലേ. അങ്ങനെ ഉണ്ട്. നമ്മള് കുറച്ച് നല്ലൊരു അടയൊക്കെ ചൂടില്ലേ, നമ്മള് പൂവടയൊക്കെ ചൂടില്ലേ, അങ്ങനെ ഒരു കുറഞ്ഞ ഇതിൽ നിൽക്കണം. അല്ലെങ്കിൽ പണി കിട്ടും. ഇങ്ങനെ അരച്ചുകൊണ്ട് അപ്പൊക്കെ ഉണ്ടാക്കാം, ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി. നിങ്ങൾക്ക് ഓർമ്മല്ലേ? തിന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മല്ല ഉണ്ടാക്കിയിരുന്നത്? ചക്ക ഉണ്ടാവും. ചക്ക കൊണ്ട് എനിക്ക് ഓർമ്മല്ല. ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്ക്. ബീഫ് തിന്നണ കാര്യം നല്ല ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. ബീഫ് നമ്മളെ ഫേവറേറ്റാ. അപ്പോഴേക്ക് റെഡി ആയില്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ വരണം. കുറച്ചും കൂടി ഇടണം. ടൈറ്റ് ആക്കണം. നല്ല ടൈറ്റും ആവരുത്, നല്ല ലൂസും ആവരുത്. ഇത് തേങ്ങ ചിരകണേ. ചിരക്കുമ്പോൾ തേങ്ങ നെയ്യിൽ വറുത്ത് ഇങ്ങനെ ഇട്ടാൽ കടിക്കാണ്ടാവും നല്ലോണം. അതിന് നേരല്ല. ഞങ്ങൾ അങ്ങാടി പോകാൻ നിൽക്കണം. അല്ല, ഇത് എന്തിനാ ഇടുന്ന? ഉണ്ടാക്കാൻ എങ്ങനെ ഇടുന്നു? ഇഡ്ലി ചെമ്പില് ആവി കയറ്റും ഞാൻ. ഇങ്ങനെ ഇടുക അല്ല, വാഴയിലയില് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇഡ്ലി ചെമ്പില് ആവി കയറ്റിയാല് പെട്ടെന്ന് ആവും. ആയിക്കോട്ടെ, നമുക്ക് കഴിക്കാൻ കിട്ടിയാൽ മതി. സാധനം നന്നായാൽ മതി. അല്ലെങ്കിൽ എൻ്റെ അരിപ്പൊടി ഒന്നെങ്കിൽ എൻ്റെ അരിപ്പൊടി ചക്കരയും പോയി കിട്ടും മക്കളെ. ഇല്ലെങ്കിൽ ആ ചക്കയും ഒന്നെങ്കിൽ എൻ്റെ ഗ്യാസ് പോയി കിട്ടും, എൻ്റെ അരിപ്പൊടി പോയി കിട്ടും. ഏതെങ്കിലും ഒന്ന് നടക്കുക. ഇളക്കൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുക. പക്ഷെ ഇവിടെ ഉണ്ടാക്കിയ അടിപൊളിയാകാതെ നിൽക്കൂല. തേങ്ങ വേണം അല്ലേ? എങ്ങനെയായാലും മതി. എനിക്കത് എന്നാ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് അത് ചെയ്തു. ഇത് ഇങ്ങനെ ശരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ ഇതിനാവും. പക്ഷെ മറ്റേ നമ്മൾ ഉണ്ണിയപ്പത്തിലൊക്കെ വറുത്തിടും പോലെ ഇട്ടാണെങ്കിൽ എന്നാ വറുത്തിട്ടോ.
അത് പൂണ്ട് വറുത്ത് വെക്കുന്നത് പണിയതാ അപ്പൊ ചിരകിയിട്ട് ഇങ്ങനെ ഇട്ട് കേട്ടോ. തിരകിയ തേങ്ങ. അതെ, ചിരകിയ തേങ്ങ വറക്കാൻ ടൈമില്ല. വറക്കാനായിരുന്നു പ്ലാൻ, പക്ഷെ പ്ലാൻ ബി ടൈമില്ല. ഓള് തിരക്ക് കൂട്ടണം, അങ്ങടിക്കണം. ഒക്കെ എന്തൊക്കെയോ വാങ്ങാണ്ട് ഓരോ. അപ്പൊ മുടിയൊക്കെ ഒന്ന് ഷോർട്ടാക്കി മോഡലാക്കീനെ വെട്ടിയിട്ടേ. അപ്പൊ ഇനി എയർ ബാൻഡ് വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം. എയർ ബാൻഡ് ബ്യൂട്ടി പാർലറിൽ പോയി വെട്ടിയൊന്നല്ല കേട്ടോ, ഞാൻ പിന്നെ വെട്ടിക്കൊടുത്താ. ഇന്റതും ഞാൻ മുറിച്ചുണ്ടോ. ആകെ ലേശം മുടി. ആ ലേശായാലോ, അത് മുറിച്ച് ഇപ്പൊ ചെറുതായിരുന്നു. എല്ലാരും മുടി മുറിച്ചു അടിപൊളി. അപ്പൊ ഞാനും മുറിച്ചു. അല്ല ഈ മഴക്കാലത്ത് സുഖം, ഉണങ്ങാൻ സുഖം, ഉണങ്ങി കിട്ടൂല. ഉണങ്ങാൻ നല്ല സുഖം ഉണ്ടാവും. കഴിഞ്ഞാലേ ലാസ്റ്റ് ഞാൻ സ്പൂണോണ്ട് ഇങ്ങനെ എടുക്കൂട്ടോണ്ട് കേട്ടോ. വെറുതെ കളയണ്ടല്ലോ. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, സ്പൂണോണ്ട് എടുക്കലുണ്ടോ? ഞാൻ അങ്ങനെ എടുക്കലുണ്ട് കേട്ടോ. കേട്ടോ, തേങ്ങന്റെ വില എന്താ വിചാരിച്ചിരിക്കുന്നത്? അതാണ് പെരുമ്പല, വെളിച്ചെണ്ണൊക്കെ പെരുങ്കേറ്റാണ്. കളയണ്ടല്ലോ. ഇതിരുന്നാലും എങ്ങനെയാലും കുറച്ച് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെ സ്പൂണോണ്ട് ചിരണ്ടിയിട്ട് എടുക്കും. ഭയങ്കര വില ഇപ്പൊ വെളിച്ചെണ്ണൊക്കെ, പിടുത്തം വിട്ട വില. ചിരട്ടയ്ക്ക് തന്നെ 30 രൂപ ഉണ്ട് കിലോ. ആ, 1 കിലോ കിലോല്ലോ. ഒരു 100 ചിരട്ടുണ്ട് ഇവിടെ. നമ്മൾ അടുപ്പിൽ കത്തിക്കാത്തോണ്ടേ ഞാനൊക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുകൊടുത്ത പൈസ കിട്ടും. അത് കൊണ്ടുപോയി വെക്കാൻ. ഏതായാലും മഴ ഉള്ളാത്തടത്തല്ലേ ചിരട്ട? അവിടെ ഷീറ്റിന്റെ ചുവട്ടിലാണ്. മഴ കൊണ്ടുണ്ടാവില്ല. മഴ വിളിക്കും, ഉണങ്ങിയ ചിരട്ടയ്ക്ക് വില, നനഞ്ഞതിന് വില ഉണ്ടാവില്ല. അങ്ങനല്ല, നനഞ്ഞ ഒരു പൈസ കുറയ്ക്കും, അല്ലാത്ത കുഴപ്പമൊന്നും. വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഇനി എന്താ നമുക്ക് ഞാൻ ഇഡ്ലി ചമ്പിൽ വെള്ളം വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ. ഇത് നല്ല ടേസ്റ്റ്. അതിൽ ഞാൻ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. വേവിച്ചപ്പോഴേ ഇട്ടുണ്ട്. പച്ചമുളക് നെയ്യിന്റെ ആളാ, ഭയങ്കര ഇഷ്ടല്ലേ? നല്ല ഇഷ്ടാ. കഞ്ഞി കൊടുക്കുമ്പോ നെയ്യൊക്കെ കൂട്ടി കൊടുക്കും, എല്ലാം കുടിക്കും. നല്ല കഞ്ഞി കുടിക്കില്ലേ? ഇപ്പൊ ചോറ് കൊടുത്തിട്ട് തിന്നില്ലല്ലോ, ഇത് കൂട്ടിയാണ് കൊടുത്താൽ വേഗം തിന്നു ചോറ്. അത് ഭയങ്കര ഇഷ്ടാ. സെറ്റായി. ഉപ്പിട്ടോ കുറച്ച്? ഒരു വേണ്ടേ? ഒരു നുള്ളിടണം. മധുരം കൂടുതൽ ഒരു നുള്ള് മതി. മതി. ഞാൻ ഇടലില്ല. അത് ചില ആൾക്കാർ പായസത്തിലും എല്ലാത്തിലും ഇടൂലേ, ബാലൻസ് ചെയ്യാൻ. ഞാൻ ഇടലില്ല കേട്ടോ. ഞാൻ ഉപ്പിടില്ല സാധനത്തിൽ. ഞാൻ മധുരം ഞാൻ എല്ലാം എടുത്തോ. അച്ഛോ, എവിടുന്ന എല്ലാം എടുക്കണേ? നമുക്കെല്ലാം എടുക്കാം. കത്തിരുത്തോ, നോക്കട്ടെ. ആ, അത് മതി. അല്ല, അത് 2-3 മുറിയാക്കിയിട്ട് കുറച്ചും കൂടെ തോനെടുക്കും. അതുപോലെ പീസിലിങ്ങനെ ഒക്കെ പറഞ്ഞു വേണമെങ്കിൽ എടുക്കാം. ഇഷ്ടം പോലെ വാഴല്ലേ ഇവിടെ, ഇഷ്ടം പോലെ വാഴ ഉണ്ട് കേട്ടോ ഇവിടെ. വെട്ടിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളതല്ലാന്നുള്ളൂ കേട്ടോ. എത്രയും വെട്ടാം. പക്ഷെ ഇവിടെ കുറേ ആൾക്കാർ ഇലയൊക്കെ കൊണ്ടുപോട്ടോ. ചോറ് പൊതിഞ്ഞു കൊണ്ടുപോകാൻ ഒക്കെ പറഞ്ഞ ഇലയൊക്കെ വെട്ടാൻ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വാലടച്ചോ? വാലടച്ചു. എന്നായിക്കൂടെ പോകും ഇടയ്ക്ക്. അച്ചുമോള് വാഴേൻ്റെ ഇല വെട്ടാൻ വേണ്ടി ഒരുങ്ങി വന്നതാ. ചുന്തേരിയെ ചുന്തേരി വെട്ടി പോകുന്നില്ല. ചുന്തേരി ഉടുപ്പിട്ടേ ഓളെ ഉടുപ്പൊക്കെ ടാറ്റ കൊടുക്കാൻ വരെ പൊന്നി. പുതിയ കുപ്പായി വേച്ചു പറയ്. ആ, മോളിലേ കുപ്പായി ഉണ്ട്. കുപ്പായി പുതിയത് മേടിച്ചു പറയ്. അപ്പൊ ഇലയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് തുടച്ച് വരക്കി എനിക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ കാട്ടുക. മറ്റേ ആ ഇല കിട്ടണല്ലേ ഇങ്ങനെ കുമ്പിളാക്കി കുത്തി ഇതാക്കണേ. ഇപ്പൊ എന്തൊക്കെ അറിയില്ല. ഇലേന്റെ കറുകപ്പട്ടേന്റെ ഇല. കറുകപ്പട്ടല്ലേ, വേറെ ഒരു പേരുണ്ടായിരുന്നു. തൽക്കാലം ഞാനേ കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കണേ. എന്നാലും നമ്മള് ആട്ട ഉണ്ടാക്കണ പോലെ ഉണ്ടാവും.
ഇതുണ്ടോ? കൊള്ളാം, പുതിയ ഐഡിയകൾ. ഇഡ്ലിച്ചെമ്പില് ഇതിനൊരു മടക്കണ പരിപാടി ഉണ്ട് അല്ലേ? അങ്ങനെ എങ്ങനെയാണല്ലേ? അതെനിക്കറിയില്ല. അയ്യോ വീണു വീണു, അയ്യോ അതൊരു വെറൈറ്റിയാ. അയ്യോ വീണു. ഒരു മടക്കുന്ന സ്റ്റൈലുണ്ട്. ഈ കടയിലൊക്കെ കണ്ടില്ലേ, ഈ മടക്കി വെക്കണേ 4 മൂല. അതെങ്ങനെയാന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ ടെസ്റ്റ്. നല്ല പാട്ടാട്ടോ അച്ഛമോള്. അച്ഛമോള് പാട്ട് പാട്. അമ്മനെ കൊണ്ടൊരു പാട്ട് പാട്. പാത്രമൊക്കെ കൊണ്ടുവച്ച് ഇനി ആളുടെ വകയായിട്ട് കയറി നിൽക്കുക ചെയ്യാ ഞങ്ങള്. ഇതാക്കി തരാം, ആക്കി തരാം. തീർച്ചയായും തിന്നാൻ കിട്ടൂല നമുക്ക്. അവനെ പൊന്നു കൈ എടുക്ക്, ഇവിടെ വെക്കൂ. അവനൊടുക്കി തരാം, അവനൊട്ടി പറ്റിക്കുന്ന അച്ഛമോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ എങ്ങനെ ആക്കാൻ വേണ്ടി അങ്ങനെയല്ല പൊന്ന്. അങ്ങനെയാണോ മടക്കിയത് അമ്മ? അമ്മ എങ്ങനെയാ കാട്ടിയത്? അമ്മ ഇങ്ങനെ ഇടും, ഇങ്ങനെ 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 ആക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ. അതാ അങ്ങനെ ആക്ക്. അങ്ങനെ പരത്ത്. ഒന്നും കൂടി ഇങ്ങനെ അങ്ങനെ പരത്ത്. എന്താ സന്തോഷം എന്നറിയോ. മറ്റോള് ചെറുതായിരുന്നത് അതേപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഉരുള കൊടുക്കണം കേട്ടോ ചപ്പാത്തീൻ്റെ. എന്നിട്ട് ഞാനൊരു പലക എന്തെങ്കിലും വെച്ച് കൊടുക്കും. എന്നാൽ പിന്നെ അതിൻ്റെ ഉരുട്ടി 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 അത് ലാസ്റ്റ് കറുത്ത കളറാവും. ഇങ്ങനെ മടക്ക്, ഇങ്ങനെ മടക്ക്, ഇങ്ങനെ മടക്ക്. അമ്മ മടക്കിയ പോലെ അങ്ങനെയല്ല പൊന്നെ. ഇങ്ങനെ അമ്മ കാണിച്ചു തരാം, അമ്മ കാണിച്ചു തരാം. ഇങ്ങനെ ഇടോ, ഇങ്ങനെ ഇങ്ങനെ ഇടോ. ഐ അച്ചോളപ്പം ഉണ്ടാക്കി. ടേ ഞങ്ങൾ വെള്ളം തിളച്ചത്തിൽ വെക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. വെള്ളം വെച്ച് ഞാൻ കൊള്ളിലിട്ട് ഞാൻ വെള്ളം തിളച്ചു. വെച്ചോളൂ. ആവി വന്നു. ഇഡ്ഡലി ചെമ്പിലേക്ക് വെക്കുന്നു. പോരെ, 2-3 വെച്ചാ പോരെ? ഈ തട്ടിൽ വെക്കണേ. 2 തട്ടുണ്ട്. 2 തട്ടുണ്ട്. ആവി വന്നാ മതിയല്ലോ. ഹലോ വിട്ടേജി. ഇത് 2 വെച്ചിട്ടോ. അടുപ്പടെ തികയില്ല അല്ലേ മറ്റേ ഇല? എത്ര ഉണ്ട് നോക്കട്ടെ. അതിനുള്ള ഇല ഉണ്ടാവും. ഇത് എമ്പാടുണ്ടാവും. അച്ചിമോള് ഇവിടെ ഭയങ്കര പണിയില്ലാട്ടോ. നീ ഇവള് കമ്മിയാകണ്ട വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ല അതന്നെ. ഒരു കാര്യം പറഞ്ഞാൽ നമ്മള് വൃത്തിയായിട്ടേ വരുള്ളൂ. ഇതൊക്കെ അച്ചിമോൾ ഉണ്ടാക്കണേ അപ്പോ. അച്ചിമോളെ അപ്പം അത് ഇവിടെ അടിച്ച് തച്ച് പൊടിക്കുന്നുണ്ട്. അപ്പം ഉണ്ടാക്ക അച്ചിമോള് നോക്കട്ടെ. നല്ല അപ്പാണല്ലോ, ചുണ്ടരി അപ്പം. ആർക്കടി അപ്പം വേണ്ട? എനിക്ക് വേണോ? ചേച്ചിക്ക് എടുക്കുവോ അപ്പം? എനിക്ക് അപ്പൊന്നുമില്ല. മുട്ടായി ചോദിക്കുന്ന പണിയാണ്. കൊണ്ടെന്ന് കൊടുക്കുമ്പോ ഞാൻ പറയുന്നുണ്ട് മുട്ടായി ഒന്ന് കൊടുത്ത് ചേലാക്കണ്ട. അതെ അതെ, ഇപ്പോൾ മുട്ടായി വേണം കുട്ടിക്ക്. ഞാൻ മുട്ടായി ഓർക്കും കൊടുക്കല്ലോ കുട്ടി. എന്തായി നോക്കട്ടെ, വന്നിട്ടുണ്ടാവും. ഇലയൊക്കെ വാടി നല്ല അടിപൊളി വന്നിട്ടോ. നീ എടുത്തു നോക്കിയാ വെന്ത് നോക്കിയാ. നോക്കട്ടെ, എടുത്ത് നോക്കട്ടെ. അച്ചുമോള് ഭയങ്കര കളിയിലാട്ടോ ഇവിടെ. ചൂടാട്ടോ. ഇതെങ്ങനെ എടുക്കാഞ്ഞാല് ഇത് ഇലേന്റെ ഇതുകൊണ്ട് എടുക്കാൻ കഴിയില്ല. ആദ്യമൊക്കെയാണ് കൈ കൊണ്ടിയാലേ. സ്പൂണ് വേറെ സ്പൂണും കൂടെ എടുത്തോ. ചൂട് 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 ചൂട്. കൈ പൊള്ളിക്കല്ലേ, കൈ പൊള്ളിക്കല്ലേ, കൈ പൊള്ളിക്കല്ലേ. ചൂട് ചൂട്. നീ ഒന്ന് തുറന്നു നോക്കണം ഇടയ്ക്ക്. ഒന്ന് ചൂടാക്കുന്നത് തുറക്കട്ടോ. ചൂട് അറിയിട്ട് തുറന്നാ ഇല്ലെങ്കിലേ കൈ പൊള്ളും. അടുത്ത ട്രിപ്പ് വെച്ചോ. അടിപൊളിയാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്താകുന്നൊരു പിടിയില്ല. തിന്ന് നോക്കട്ടെ. തിന്ന് നോക്കാനായില്ല, കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് ചൂടാന്.
അപ്പൊ നമ്മളെ അപ്പം എങ്ങനെ ഉണ്ട് നോക്കട്ടോ. ഒന്ന് നോക്കിയേ. സാധനം നല്ല ചൂടാണ്. ചൂട് ചൂട് ചൂട്. ഒരു സ്പൂൺ കിട്ടിയാ ഞാൻ കഴിക്കാനുള്ള പരിപാടി ഇട്ട്. സാധനം കണ്ടിട്ട് കുഴപ്പമില്ല, നീ കഴിച്ചു നോക്കിയാറേ എങ്ങനെയുണ്ട്. നല്ല ചൂടുണ്ട്. ചൂട് പായ വിളിക്കാം കേട്ടോ. അങ്ങനെ ഉണ്ട്. ഞാനൊന്ന് നോക്കട്ടെ ഇടയ്ക്ക്. നീ ചാച്ചുമോള് സംഗതി ടേസ്റ്റ് ഉണ്ടോ? ഈ ചക്ക ഉള്ള ആൾക്കാർ ചക്ക ഒഴിവാക്കണ്ട. ഓവർ പഴുപ്പായി എന്നും പറഞ്ഞിട്ട് ചക്ക ഒഴിവാക്കാൻ നിൽക്കണ്ട. കിഡിനം പരിപാടിയത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധനം കൊള്ളാം, അടിപൊളി, സിമ്പിൾ പരിപാടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചക്കേന്റെ ഇതിങ്ങനെ അടിപൊളി. നോക്കിയാ ചായക്ക് തോപ്പാട്ടോ, ഒന്നും പറയാം. അടിപൊളി. അത് ഓക്കൊരു കഷ്ടപ്പെടുത്താണേ. അടിപൊളി കേട്ടോ. അപ്പൊ ഞങ്ങൾ അടുത്തും കൂടി റെഡി ആക്കി കേട്ടോ. അച്ഛമോൾക്ക് കൊടുക്ക്. അടിപൊളിയല്ലേ? അപ്പൊ ഞങ്ങൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരാം. ലൈക്ക് ഒക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യാനുണ്ടോ? ലൈക്ക് അടിക്കണ്ട, എല്ലാവരും സപ്പോർട്ട് ചെയ്യും.